ചോറ്റാനിക്കര കൊലപാതക കേസിലെ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പെൺകുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് ശ്രമം നടന്നിട്ടുണ്ട്. പ്രതിക്കെതിരെ കുറ്റകരമായ നരഹത്യ എന്ന വകുപ്പ് കൂടി ചുമത്തുമെന്ന് ചോറ്റാനിക്കര SHO പറഞ്ഞു. സ്ട്രാങ്കുലേഷൻ ആണ്, പക്ഷേ പ്രതി ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള ലാബ് റിസൾട്ടും കൂടി വന്നിട്ട് ബാക്കി കാര്യങ്ങളും കുറ്റകരമായ നരഹത്യ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കി കൂടുതലായിട്ടും കുറച്ചും കൂടി ഒന്ന് കാര്യമായിട്ട് ലാബ് റിസൾട്ടും കൂടി കൂട്ടിയിട്ട് ബാക്കി അന്വേഷണം മുന്നോട്ട് പോകും. ദേഹമാസകലം പല രീതിയിലുണ്ട്. മർദ്ദനേറ്റുണ്ട് അറിയില്ല. ബ്രെയിൻ ഡെത്ത് ഓൾറെഡി തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൽ പോയത്. അപ്പോൾ ബ്രെയിൻ ഡെത്ത് ആദ്യമേ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കൃത്യസമയത്തുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കാത്തതാണ് പ്രധാനമായിട്ടും ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള റീസൺ. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ പ്രതി ഈ കുട്ടിക്ക് വൈദ്യ സഹായം നൽകുന്നതിന് തടസ്സമായി നിന്നു. എത്രയോ മണിക്കൂറുകൾ അബോധാവസ്ഥയിൽ ആ വീട്ടിനുള്ളിൽ കുട്ടി കഴിഞ്ഞു എന്ന് ഇന്നലെ തന്നെ പോലീസ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്താണോ ഈ കുറ്റകരമായ നരഹത്യ എന്ന വകുപ്പ് കൂടി ചേർക്കുന്നത്? അതിനപ്പുറത്തേക്ക് ഒരു കൊലപാതകം, ഒരു 302 അതുകൂടി ചേർക്കാൻ സാധിക്കുമോ എന്നതിലായിരിക്കുമോ ഇനി നിയമോപദേശം തേടുന്നത് പോലീസ്? വിജയകുമാർ, നിലവിലെ സാഹചര്യത്തിൽ 302 ചുമത്താൻ പറ്റില്ല. കാരണം ഇത് മർദ്ദനം, ഈ മർദ്ദനം ഈ മരണത്തിലേക്ക് നയിച്ചിട്ടില്ല. സ്ട്രാങ്കുലേഷൻ തന്നെയാണ്. അതായത് കഴുത്തിൽ കയർ കുരുങ്ങിയതാണ് മസ്തിഷ്ക മരണം സംഭവിക്കാൻ കാരണമായത്. എന്നാൽ അതിലേക്ക് നയിച്ചത് ഈ വൈദ്യസഹായം വൈകിയതാണ്. 15 മണിക്കൂറോളമാണ് ആ പെൺകുട്ടി ആ വീട്ടിൽ വെള്ളം പോലും ലഭിക്കാതെ കിടന്നത്. ഈ പ്രതിയായ അനൂപ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് മറ്റാരോടും പറഞ്ഞില്ല. അതുതന്നെയാണ് വൈദ്യസഹായം വൈകാനുള്ള കാര്യം. ആ വകുപ്പ് അടക്കം അനൂപിനെതിരെ ചുമത്തും. കുറ്റകരമായ നരഹത്യ ചുമത്തി അടുത്ത ദിവസം കോടതിയിൽ റിപ്പോർട്ട് നൽകും. ബാക്കി വകുപ്പുകൾ ചുമത്തുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും. കുട്ടി ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ അത്തരം ശ്രമം ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ റേപ്പിന് വകുപ്പ് ഇട്ടിരുന്നു. ഇനിയുള്ളത് ഈ കുറ്റകരമായ നരഹത്യ അടക്കം വകുപ്പുകൾ ചുമത്തുന്നതാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹം അല്പസമയത്തിനകം തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ 1 മണിക്കൂറോളം പൊതുദർശനമുണ്ട്. 3 മണിയോടുകൂടിയാണ് പള്ളിയിൽ സംസ്കാരം നടക്കുക. നാടിനെ ഞെട്ടിച്ച ഒരു വലിയ മർദ്ദനവും അതിനെ തുടർന്നുള്ള മരണമൊക്കെയാണ് സംഭവിച്ചത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പ്രതിയെ ഒരു ദിവസം കൂടി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുക. അത് പ്രധാനമായും മറ്റാർക്കെങ്കിലും ഈ കേസിൽ പങ്കുണ്ടോ എന്നുള്ളത് ഒരു സാധൂകരിക്കുന്നത് വേണ്ടിയാണ്. ഒപ്പം ചില ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലം കൂടി പ്രതിയോട് ചോദിച്ചറിയും. അടുത്ത ദിവസം തന്നെ പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകും. നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമ ശ്രമം നടന്നിട്ടുണ്ട്. സ്ട്രാങ്കുലേഷൻ തന്നെയാണ് പ്രധാനപ്പെട്ട മരണകാരണം. ശരീരത്തിലുടനീളം ഈ മർദ്ദനമേറ്റ പാടുകളുണ്ട്. വിജയകുമാർ, പ്രതിക്കെതിരെ കുറ്റകരമായ നരഹത്യ എന്ന വകുപ്പ് കൂടി ചുമത്തുമെന്നാണ് SHO പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ കഴിയുമോ എന്നത് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലാബ് റിപ്പോർട്ടും കിട്ടിയ ശേഷമായിരിക്കും. അതിനുശേഷം നിയമോപദേശം കൂടി തേടും. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.